ഗായ്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. മഴയൊക്കെ അല്ലേ, അപ്പം നമുക്കിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഗോലി ബജ്ജിയാണ്. അപ്പം അതിനുള്ള ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഹലോ ഗായ്സ്, ABC വ്ലോഗേഴ്സ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഗോലി ബജ്ജി അല്ലെങ്കിൽ മാംഗ്ലൂർ ബജ്ജി അല്ലെങ്കിൽ മൈസൂർ ബജ്ജി, മൈസൂർ ഗോലി ബജ്ജി എന്നാണ് ഇതിന് പറയുന്നത്. അപ്പം നമുക്ക് ഇന്ന് അതൊന്നും ഉണ്ടാക്കാം. ഇപ്പോൾ ഇതിന് വേണ്ട ആദ്യത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.5 കപ്പ് മൈദയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഏത് കപ്പിന് മൈദ എടുക്കുന്നോ അതേ കപ്പിന് നമ്മൾ അല്പം പുളിയുള്ള തൈര് എടുക്കണം. അത് ഒരു തുള്ളിയോളം വെള്ളം ഒന്നും ചേർക്കാത്ത നല്ല പുളിയുള്ള ചെറിയ പുളിയുള്ള തൈരാണ്. പിന്നെ ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയാണ്. ഒരു സവാള, ഒരു മീഡിയം ലെവലുള്ള സവാള ഫുള്ള് കുഞ്ഞതായിട്ട് അരിഞ്ഞത്. ഉപ്പ് ആവശ്യത്തിന്. 1 ടീസ്പൂൺ പഞ്ചസാര. പിന്നെ നമുക്ക് വേണ്ടത് 2 ടീസ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞ മല്ലിയില, 1/4 ടീസ്പൂൺ ജീരകം, 3 ചെറുതായിട്ട് അരിഞ്ഞ പച്ചമുളക്, പിന്നെ 1 ഇതള് കരിവേപ്പില നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞത്. അപ്പം നമുക്ക് ഇനി ആദ്യം തന്നെ നമുക്ക് ഈ മൈദ അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലോർ നമുക്കിടാം. ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ച പച്ചമുളക്, ജീരകം, കരിവേപ്പില, സോഡ, ഒരു പിഞ്ചുമാണ് പഞ്ചസാര, സവാള, ഉപ്പ് ആവശ്യത്തിന്. എനിക്ക് കൈയളവായതുകൊണ്ടാണ് ഞാൻ കയ്യിലിടുന്നത്. നിങ്ങളുടെ ഇതനുസരിച്ച് നിങ്ങൾ ഉപ്പിടുക. ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇതെല്ലായിടത്തും ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തൈര് ഒഴിച്ച് കൊടുക്കുക. കുറച്ച് കുറച്ചായിട്ട് ഒഴിക്കുക. ബാക്കിയുള്ള തൈരും കൂടി നമുക്ക് അതിനകത്തോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്നുകൂടെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കിത് 2 hours ഫെർമെൻറ്റേഷന് വേണ്ടി വെക്കാം. നന്നായിട്ട് മിക്സായി കഴിഞ്ഞാൽ ഇനി ഇത് നമുക്ക് അടച്ച് ഒരു കൃത്യം 2 മണിക്കൂർ കൃത്യം ഇത് ഫെർമെൻറ്റേഷൻ ആകാൻ വേണ്ടി വെക്കണം. 2 hours കഴിഞ്ഞു. ഇപ്പം നമുക്കിത് മിക്ക നല്ലതായിട്ട് സോഫ്റ്റായി നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ഇത് 2 hours കഴിഞ്ഞുള്ള ഫെർമെൻറ്റേഷൻ. ഇനി ഇത് നമുക്ക് ഉണ്ടാക്കാം. ഇപ്പം നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി, നമുക്ക് ചൂട് കിട്ടുന്നുണ്ട്. ഇത് പതുക്കെ നമുക്ക് ഫ്ലെയിം കുറച്ച് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കുക. നമ്മുടെ കയ്യിൽ അല്പം എണ്ണ ഒന്ന് നന്നായിട്ട് ഇതുപോലെ ആക്കിയ ശേഷം നമുക്ക് ഇതിനകത്തുനിന്ന് കുറച്ച് കുറച്ച് മാവ് എടുത്തിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. റൗണ്ട് ഷേപ്പിൽ നമ്മുടെ ഗോലി ബജ്ജി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. രണ്ട് നല്ല ഒരുമാതിരി ഗോൾഡൻ കളറിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. നമുക്കിനി ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ ഗോലി ബജ്ജി റെഡിയായി. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം. പ്ലീസ്
സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങളുടെ വലിയൊരു കമൻസാണ് എനിക്ക് ഏറ്റവും വലിയ സപ്പോർട്ട്.